ദേശീയപാത നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയത് മുതൽ വടകരക്കാർ അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതിയാവുന്നില്ല. ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാലവർഷം എത്താറായി. അതിനുള്ള മുന്നൊരുക്കങ്ങൾ ദേശീയപാത പ്രവൃത്തിയുടെ ഭാഗമായി വേണമെന്ന നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ ഒന്നും നടപടിയാവാത്തതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തുറന്നുകൊടുത്ത സർവീസ് റോഡാണിത്. അതായത് ദേശീയപാതയിൽ പാർക്കോ യാറ ജംഗ്ഷനിൽ വരുന്ന ഭാഗം. ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നത് കാണാം. രാവിലെ മുതൽ വലിയ വെള്ളക്കെട്ടാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് മഴവെള്ളത്തിന് ഒഴുകി പോകാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. നാളെ ആകുമ്പോഴേക്കും ഈ റോഡ് തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഓവുചാലുണ്ട്. ഈ ഓവുചാലിലേക്ക് വെള്ളം ഒഴുകി പോകാൻ സംവിധാനമില്ലാത്തതാണ് പ്രശ്നം. ചെറിയ ചില ഹോൾസ് മാത്രമാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. ഈ ഹോൾസിലൂടെ ഒരിക്കലും മഴവെള്ളം താഴേക്ക് പോകില്ല. ഇവിടെ അതിനുള്ള ഒരു വലിയ ഹോൾസോ സംവിധാനമോ ഉണ്ടായിരുന്നെങ്കിൽ ഈ വെള്ളക്കെട്ട് ഉണ്ടാകുമായിരുന്നില്ല. ഇവിടെയുള്ള വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ പ്രവൃത്തി സമയത്ത് തന്നെ ഈ കാര്യം സൂചിപ്പിച്ചതാണ്. അപ്പോൾ എഞ്ചിനീയർമാർ ഉൾപ്പെടെ പറഞ്ഞത് ഈ ചെറിയ ഹോൾസിലൂടെ വെള്ളം പോകുമെന്നാണ്. മുനിസിപ്പാലിറ്റി അധികൃതരോടും ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ആരും അത് ചെവിക്കൊണ്ടില്ല. അതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ കാണുന്നത്. വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ്. മഴ ഇനി തുടരുകയാണ്. ഇനി അങ്ങോട്ട് മഴക്കാലമാണ്. ഇനി എന്താകുമെന്നുള്ള ആശങ്കയിലാണ് ഓരോരുത്തരുമുള്ളത്. ഓരോ മഴക്കാലവും നമുക്ക് ദുരിതം തന്നെ സമ്മാനിക്കുകയാണ്. എല്ലാ ദിവസവും വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് ഈ ഒരു വടകര മേഖലയിൽ അനുഭവപ്പെടുന്നത്. ഇത്തരം വെള്ളക്കെട്ടുകൾ കൂടി വരുമ്പോൾ കുരുക്കിന്റെ ആക്കം കൂടും. ജനങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഇതിനെതിരെ അധികൃതർ കണ്ണു തുറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്തെങ്കിലും ഒരു സംവിധാനം ഉപയോഗിച്ച് ഇവിടെ ഒരു വലിയ ഹോൾസെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു വെള്ളക്കെട്ട് പരിഹരിക്കാൻ സാധിക്കും. ഈ റോഡിൽ കാണുന്ന വെള്ളക്കെട്ട് സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാകുന്നതല്ല. ഇവിടെ ഒരു കൽവെട്ടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കൽവെട്ടിലേക്ക് ഈ വെള്ളം പോകാനുള്ള ഒരു വഴി ഉണ്ടാക്കിയിട്ടില്ല. അത് ഈ ചെറിയ ഹോൾസിൽ കൂടെ പോകും. ഞങ്ങൾ അന്ന് ഇതിൻ്റെ വർക്ക് നടക്കുമ്പോൾ സൂചിപ്പിച്ചപ്പോഴും അവർ പറഞ്ഞ ഈ ചെറിയ ഹോൾസിൽ കൂടെ പോകുന്നതാണ്. അപ്പോൾ അതിന് ഒരു സംവിധാനം ചെയ്താൽ ഈ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ വെള്ളക്കെട്ടും ഇതോടുകൂടി തീരും. ഈ പ്രശ്നങ്ങൾ തീരും. അത് ഈ അദാനി ഗ്രൂപ്പിൻ്റെ ആളിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരോട് സംസാരിച്ചിട്ടുണ്ട്. അവർ തീർക്കാമെന്നാണ് പറഞ്ഞത്. അത് പ്രകാരം ഞാൻ ഇതേ വിഷയം വെച്ചിട്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വെള്ളക്കെട്ട് വെറുതെ ഒരാവശ്യമില്ലാതെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇത് മതിയോ? പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.